2.25 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ നല്ല പഴുത്ത പൈനാപ്പിൾ, അതിലൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അത് തണുത്തതിന് ശേഷം അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 2 മുട്ട ഒഴിച്ച് ആ മുട്ടയും നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് 1/3 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കുക. 1.5 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് കുറേശ്ശെ ഇട്ടിട്ട് അതിൽ യോജിപ്പിക്കുക. അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ് കേട്ടോ. പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നമ്മുടെ മിക്സിങ് കംപ്ലീറ്റ് ആയി. അതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ച കേക്ക് ടിൻ എടുക്കുക. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കുള്ള അളവാണ് ഇപ്പോൾ കാണിച്ചത് കേട്ടോ. അത് നമ്മൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. 50 മിനിറ്റാണ് കുക്കിംഗ് ടൈം കേട്ടോ. അപ്പോൾ ആദ്യം 40 മിനിറ്റ് സിമ്മിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി വയ്ക്കുക. പിന്നെ 10 മിനിറ്റ് ലാസ്റ്റ് 10 മിനിറ്റ് ഒരു സിമ്മിൽ വയ്ക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ഇതുപോലെ നല്ല അടിപൊളി സ്പോഞ്ചി കേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിന് വായിലിട്ട് അലിഞ്ഞു പോണ പോലത്തെ കേക്കാണ് കേട്ടോ. ആ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോഴേ നല്ല സ്വാദാണ്. അപ്പോൾ ഇതുപോലെ കേക്ക് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പൈനാപ്പിളൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്.